ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ പിതാവും ഖത്തറിന്റെ മുൻ അമീറുമായിരുന്ന ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ കുവൈറ്റ് ഭരണ നേതൃത്വം അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച നേതാവിനോടുള്ള ആദരസൂചകമായി രാജ്യത്ത് 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹ്മദ് അൽ ജാബിർ അൽ സബ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് അനുശോചന സന്ദേശം അയച്ചു. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫയുടെ വിയോഗത്തോടെ ഖത്തറിനും ഗൾഫ് മേഖലയ്ക്കും അറബ് ഇസ്ലാമിക ലോകത്തിനും ദീർഘവീക്ഷണവും വിവേകവും കൊണ്ട് വേറിട്ട് നിന്ന മഹാനായ ഒരു നേതാവിനെയാണ് നഷ്ടമായതെന്ന് അമീർ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഇറാഖ് കുവൈത്തിൽ അധിനിവേശം നടത്തിയ നിർണായക ഘട്ടത്തിൽ കുവൈത്തിനും അതിന്റെ നീതിപൂർവമായ നിലപാടുകൾക്കും ഖത്തറും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫയും നൽകിയ അചഞ്ചല പിന്തുണ കുവൈത്തും ജനതയും എന്നും അഭിമാനത്തോടെയും ആദരവോടെയും സ്മരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ സബാവും ഖത്തർ അമീറിന് അനുശോചന സന്ദേശം അയച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനും അറബ് ഇസ്ലാമിക ലോകത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ജീവിതം സമർപ്പിച്ച ദീർഘദർശിയായ നേതാവിനെയാണ് ലോകത്തിന് നഷ്ടമായതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹ്മദ് അബ്ദുള്ള അൽ അഹ്മദ് അൽ സബാവും അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം കുവൈത്ത് അമീറിന്റെ ഉത്തരവ് പ്രകാരം ഇന്നു മുതൽ 4 ദിവസത്തേക്ക് രാജ്യത്തിനകത്തും വിദേശത്തുള്ള കുവൈത്ത് എംബസികളിലും നയതന്ത്ര കാര്യാലയങ്ങളിലും ദേശീയ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടും. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടർ, കുവൈത്ത്.